ഈ ഇൻഫിനിറ്റി സ്റ്റോൺസിനെ കൈകാര്യം ചെയ്യുവാനായി MCUലെ തന്നെ സ്ട്രോങ്സ്റ്റ് മെറ്റൽ ആയിട്ടുള്ള ഉറു യൂസ് ചെയ്ത് തന്നെയാണ് താനോസ് ഗോൾഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗോൾഡ് ആൻഡ് ടൈറ്റാനിയം അലോയ് ഉപയോഗിച്ചുകൊണ്ട് അയൺമാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഗോൾഡ് യൂസ് ചെയ്ത് തന്നെയാണ് ഹൾക്കും സ്നാപ്പ് ചെയ്തത്. എന്നാൽ ഈ രണ്ട് ഗോൾഡറ്റുകളും യൂസ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ പവർ താങ്ങുവാൻ സാധിക്കാതെ രണ്ട് ക്യാരക്ടേഴ്സും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ അയൺമാനിലേക്ക് വരികയാണെങ്കിൽ ഈ രണ്ട് ജയൻസിന്റെ അത്രയും ഫിസിക്കൽ സ്ട്രെങ്ത് ഒന്നും ഇല്ലാതെ തന്നെ കമ്പാരിറ്റീവ്ലി അത്ര സ്ട്രഗിൾ ചെയ്യാതെയാണ് അയൺമാൻ ഇൻഫിനിറ്റി സ്റ്റോൺസിനെ കൈകാര്യം ചെയ്തിരുന്നത്. ഈ ഒരു ഗോൾഡൻ ടൈറ്റാനിയം അലോയ് തന്നെയാണ് അയൺമാന്റെ എൻറ്റർ സ്യൂട്ടിൽ ഉള്ളത് എങ്കിൽ തന്നെയും ഒരു നോർമൽ ഹ്യൂമന് ഒരിക്കലും ഈ ഒരു 5 ഇൻഫിനിറ്റി സ്റ്റോൺസിനെയും ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസ് വെച്ച് തന്നെ ഈഗോഡ് എത്ര പവർഫുൾ ആയിട്ടുള്ള സ്റ്റാർലോഡ് പോലും എത്ര കഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാം. ഇനി എന്റെ ഒരു തിയറി പ്രകാരം ഗോൾഡൻ അലോയ് സ്യൂട്ട് അയൺമാൻ ഒരു ഇൻഫിനിറ്റി ഗോൾഡറ്റ് പോലെ ആക്ട് ചെയ്ത ടൈമിൽ തന്നെ അയൺമാൻ 2-ൽ അയൺമാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ബാഡാസിയം എന്ന് പുള്ളിക്കാരൻ തന്നെ പേരിട്ടുണ്ടായിരുന്ന ഈ ഒരു അൺനോൺ എലമെന്റ് തന്നെ ആയിരിക്കാം ഇതിനെ കൂടുതലായി സപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ടും സ്പേസ് സ്റ്റോണിനെ ഉൾക്കൊള്ളുന്നുണ്ടായിരുന്ന ടെസ്റാക്റ്റിൽ ഹോവാർഡ് സ്റ്റാർ നടത്തിയിട്ടുണ്ടായിരുന്ന എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എലമെന്റിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് അവ ഡെവലപ്പ് ചെയ്ത് ടോണി ഇത് ക്രിയേറ്റ് ചെയ്യുന്നതും. അതിനാൽ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസിനെ ഉൾക്കൊള്ളുന്ന ഒരു വസ്തുവിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എലമെന്റ് എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം അയൺമാന് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇൻഫിനിറ്റി സ്റ്റോൺസിനെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചതെന്ന് പറയാം.